ഗൈസ്, നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ 1 മില്യണോ അതിന്റെ മേളിലോ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നമ്മുടെ ഈ വീഡിയോ ഫുൾ ഒന്ന് കാണണം. കാരണം ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ ട്വിറ്റർ പേജിൽ അവർ ഒഫീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട്, വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് കൂടെ നോക്കിയിട്ടായിരിക്കും ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എയർ ഡ്രോപ്പിന്റെ എലിജിബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു വൺ ഓഫ് ദ മേജർ ഫാക്ടറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും, എന്റെ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് 1.63 മില്യൺ ആണ്. ഞാൻ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേ കാണാം. എന്റെ കോയിൻ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 108 മില്യൺ ഉണ്ടോ, 108 മില്യൺ ആണ് വരുന്നത്. സോ എന്റെ ലെവൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്ററിലാണ് ഞാൻ നിൽക്കുന്നത്, വിച്ച് ഈസ് ലെവൽ 9 ഔട്ട് ഓഫ് 10. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ലോഡിലേക്കാണ് വരുന്നത്, അത് 1 ബില്യൺ കോയിൻ എനിക്ക് വേണം. അപ്പൊ പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നിങ്ങൾക്കിപ്പം 108 മില്യൺ 108 മില്യൺ ഉണ്ടെങ്കിൽ അത് ഫുള്ള് മൈൻ ചെയ്ത് പ്രോഫിറ്റ് പെർ അവർ ഇൻക്രീസ് ചെയ്യാം, നിങ്ങൾ ഓൾറെഡി ഗ്രാൻഡ് മാസ്റ്ററിൽ എത്തിക്കുമെന്ന്. പക്ഷെ അത് പോരാ. ഗ്രാൻഡ് മാസ്റ്ററിൽ വേണ്ടത് ബെയർ മിനിമം 100 മില്യൺ ആണ്. അത് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം. വിച്ച് മീൻസ് നിങ്ങളുടെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 100 മില്യൺ ആയിരിക്കണം. ഇപ്പൊ എനിക്ക് 108 ഉള്ളതുകൊണ്ട് 8 മില്യൺ മാത്രമാണ് എനിക്ക് മൈനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി വരുന്ന 100 മില്യൺ എനിക്കത് ബേസ് സ്ലാബ് വാല്യൂ ആയിട്ട് എനിക്കത് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാൻ എലിജിബിൾ ആകത്തുള്ളൂ. പക്ഷേ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ലോഡ് ലെവലിലേക്ക് എത്താൻ നോക്കണം. കാരണം ഇപ്പം ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ 200 മില്യൺ യൂസേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതിൽ എത്ര പേര് എലിജിബിൾ ആകാൻ ചാൻസ് ഉണ്ട്? കാരണം ഇതിന്റെ പകുതി 50% ആളുകൾ മാത്രമായിരിക്കും ഈ പറയുന്ന ഡെയിലി കോംബോയും ഇവരുടെ കാർഡ്സ് എല്ലാം കളക്ട് ചെയ്യുകയും അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. സോ അങ്ങനെ വരുമ്പം ലെവൽ 10-ലുള്ളവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്, ഏറ്റവും കൂടുതൽ എയർ ഡ്രോപ്പ് റിസീവ് ആകാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ ഏത് ലെവലിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ലോഡിലുള്ളവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിങ്ങൾക്ക് മാക്സിമം എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഈ 1 ബില്യൺ ആക്കിയ ശേഷം വേണം നിങ്ങൾ ബാക്കി വരുന്ന മൈനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ. ദെൻ നിങ്ങൾ ഡെയിലി കോംബോ കളക്ട് ചെയ്യുന്ന ടൈമിൽ കൂടുതൽ കാര്യം ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കോയിൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം സപ്പോസ് നിങ്ങൾ ഒരു കോയിൻ വാങ്ങുന്ന ടൈമിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സപ്പോസ് 13 മില്യൺ കൊടുത്താലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം ഒരു കാർഡ്, കോംബോ കാർഡിന്റെ ഒരു കാർഡ് കിട്ടുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ടൈമിൽ നിങ്ങൾ അന്നത്തെ കോംബോ സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് 13 മില്യൺ പോകുമ്പോഴത്തേക്കും മേ ബി 2 hours ഒക്കെ ആയിരിക്കും, 2K ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് പെർ അവർ ഇൻക്രീസ് ആകുക. അത്ര കോയിൻ സേവ് ചെയ്യുക. കാരണം ഇപ്പം എനിക്ക് 108 ഉള്ളതുകൊണ്ട് 8 മില്യൺ മാത്രമേ എനിക്ക് യൂസ് ചെയ്യത്തുള്ളൂ, ബാക്കി എനിക്ക് എമൗണ്ട് കളക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 1 ബില്യണിലേക്കായിരിക്കും. സോ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ വേറൊരു പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പ്രീവിയസ് വീഡിയോസിൽ. പിക്സൽ ടാപ്പ് എന്നാണ്, പിക്സൽ വേഴ്സ് ബൈ പിക്സൽ ടാപ്പ് എന്നാണ്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കാരണം ഹാംസ്റ്റർ കോമ്പാക്റ്റ് പോലെയല്ല, ഇതൊരു അടിപൊളി പ്രൊജക്റ്റ് ആണ്, നല്ലൊരു ടീമിന്റെ പ്രൊജക്റ്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിനേക്കാളും ബെറ്റർ പ്രൊജക്റ്റ് ആകുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ജസ്റ്റ് ആ ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ കിട്ടും. നമ്മൾ കൂടുതലായിട്ടും വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പിക്സൽ ടാപ്പും പിന്നെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഗൈസ്.